പാലക്കാട് ചാലിശ്ശേരിയിൽ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത ഓപ്പൺ ജിംനേഷ്യത്തിലെ ഉപകരണങ്ങൾ തകർന്നു വീണതായി പരാതി. കേടുപാടുണ്ടായ 5 ഉപകരണങ്ങൾ അഴിച്ചു മാറ്റി പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായി സ്പോർട്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ നവാസ് പറയുന്നു. ഉപകരണങ്ങൾക്ക് തകരാറില്ലെന്നും ഫിറ്റ് ചെയ്തതിലെ പിഴവാണെന്നുമാണ് മന്ത്രി എം.ബി. രാജേഷിൻ്റെ ഓഫീസ് അറിയിക്കുന്നത്. നിഖിൽ പ്രമേഷ് ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, വിശദാംശങ്ങൾ. ഇത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ഓപ്പൺ ജിമ്മുകൾ നിർമ്മിക്കുന്നത് ആളുകളുടെ ആരോഗ്യ പരിപാലനവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ജൂൺ 22-ന് സ്ഥാപിച്ച ഓപ്പൺ ജിമ്മിലെ പല ഉപകരണങ്ങളും കേടായിരിക്കുന്നു ഇതിനോടകം എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും സംസ്ഥാന കായികക്ഷേമ വകുപ്പിന്റെ 10 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് ഈ ഓപ്പൺ ജിമ്മിലേക്കുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ എത്തിച്ചത്. നിലവിൽ കേടുപാടുകൾ സംബന്ധിച്ച് 5 ഉപകരണങ്ങൾ ഇതിനോടകം തന്നെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. 17 ഉപകരണങ്ങളാണ് ആകെ ഈ ഓപ്പൺ ജിമ്മിൽ ഉണ്ടായിരുന്നത്. ഇതൊരു രാഷ്ട്രീയ വിവാദമായി നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ മാറുകയാണ്. പദ്ധതിയുടെ മറവിൽ നടന്ന അഴിമതി മൂലമാണ് ഉപകരണങ്ങൾ വേഗത്തിൽ തകർന്നു തുടങ്ങിയത് എന്നുള്ളതാണ് KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള BT ബൽറാം ആരോപിക്കുന്നത്. അതുകൊണ്ട് എന്തൊരു രാഷ്ട്രീയ വിഷയമായി മാറുക കൂടിയാണ് ഇത്. ഈ പദ്ധതിയിന്മേൽ അഴിമതി നടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വേഗത്തിൽ ഈ ഉപകരണങ്ങൾ നശിക്കാൻ കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. തകർന്ന 5 ഉപകരണങ്ങൾ അഴിച്ചു മാറ്റിയെന്നും പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും കായിക വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയത് കൊണ്ട് മാത്രമായില്ല. ഒരു ഓപ്പൺ ജിം ആരംഭിച്ച ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 3 ദിവസം കൊണ്ട് തന്നെ ഉപകരണങ്ങൾ പലതും നശിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പണം ചെലവഴിച്ച് നിർമ്മിച്ച ഒരു ഓപ്പൺ ജിം ഇത്ര വേഗത്തിൽ അത് തകരാറിലാകാൻ കാരണം എന്ത് എന്നുള്ളതാണ് പ്രദേശവാസികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, താങ്ക് യു.